ഞാൻ ഓടിയെത്തും, ചിലപ്പോൾ താമസിക്കും. പെട്ടെന്ന് ഒരു സ്ത്രീ വരുമ്പോൾ അവരോട് എങ്ങനെ ഇടപെടണം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് അതിനുവേണ്ടി ഒത്തിരി ആവശ്യമില്ലാതെ കേൾക്കേണ്ട വന്നിട്ടുള്ള ഒരാളാണ്. അങ്ങനെ ആണ് ഞാൻ ബസ് കണ്ടക്ടറായിട്ട് പോകുന്നത്. ബ്ലോക്ക് മെമ്പറായി അതിന്റെ ഒപ്പം തന്നെ ഗാനമേളയ്ക്ക് പാട്ട് പാടാൻ പോകുന്നുണ്ട്. അത്തം പൂത്തിറങ്ങി താരാങ്ങാടിപ്പൂ വിരിഞ്ഞേ, ചിത്തിരക്കതിരു കണ്ടേ താരാ ചന്ദിരൻ ചിരിക്കണ പോലെ. ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ ഒരു കിടിലൻ പഞ്ചായത്ത് മെമ്പറാണ് എന്നോടൊപ്പം ഉള്ളത്. പേര് മേഖല എന്നാണ്. ബ്ലോക്ക് മെമ്പർ ആയതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഗാനമേളയ്ക്ക് പാട്ട് പാടാൻ പോകുന്നുണ്ട്. ഇതിന് മുന്നേ ബസ്സിലെ കണ്ടക്ടറൊക്കെ ആയിരുന്നു. അതായത് ഇപ്പോഴൊക്കെയാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ എന്താ പറയുക ഈ മേഖലയിലേക്ക്, ബസ്സിൻ്റെ മേഖലയിലേക്ക് വരുന്നത്. അതിന് മുന്നേ എനിക്ക് തോന്നുന്നു ഏകദേശം എത്ര വർഷം മുന്നെയാ? 2013. അപ്പം 13. അതായത് ഒരു 10 വർഷം കഴിഞ്ഞു. 10 വർഷത്തിന് മുന്നെയാണ്. ബ്ലോക്ക് മെമ്പറായിട്ട് എത്ര നാളായി? മൂന്നാമത്തെ വർഷം. ഈ ഏരിയ ആണല്ലേ? ഈ ഏരിയ അല്ലടാ, നമ്മുടെ കുമരകത്തിന്ന് 5 തൊട്ട് 5ാം വാർഡ് തൊട്ട് 12ാം വാർഡ് വരെയാണ്. അങ്ങനെ 8 വാർഡാണ്. 2 ബ്ലോക്ക് ഡിവിഷനായത്. അപ്പുറത്ത് കവളാറ്റുംകര, ഇപ്പുറത്ത് കുമരകം. അപ്പൊ പാട്ട് പാടാനൊക്കെ ഉള്ള സമയം ഇതിനിടയ്ക്ക് എപ്പോഴും ഈ ആൾക്കാരെ നോക്കണം, പഞ്ചായത്ത് നോക്കണം, എല്ലാരെയും നോക്കിയിട്ടൊക്കെ എപ്പോഴാണ്? വൈകുന്നേരങ്ങൾ നമ്മൾ ചെല്ലുമല്ലോ, വീട്ടിലെന്തായാലും ചെല്ലും. വീട്ടിൽ ചെല്ലും. അപ്പൊ എത്ര രാത്രിയായാലും വീട്ടിൽ ചെല്ലും. അപ്പൊ നമ്മള് ആ സമയത്തിനുള്ളിൽ, അതായത് വൈകുന്നേരങ്ങളിലൊക്കെ ആയിരിക്കുമല്ലോ, ഒരു 6 മണി തൊട്ട് ആ സമയത്തിനുള്ളിൽ നമ്മൾ എന്തായാലും ആ ഗാനമേള സ്ഥലത്ത് എത്തിയിരിക്കും. എനിക്ക് തന്നെ അത്ഭുതപ്പെടുന്ന ഒരു കാര്യം, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ നമ്മൾ എപ്പോഴും കണ്ടേക്കുന്ന വൈറ്റ് ആൻഡ് വൈറ്റ് അല്ലെങ്കിൽ ചുളുങ്ങാത്ത സാരി, കൂടുതൽ അങ്ങനെയാണ്. ഇപ്പോഴാണ് അതിനൊരു ട്രെൻഡിനൊക്കെ ഒരു മാറ്റം വരുന്നത്. ഏത് ഡ്രസ്സ് ഇട്ടും ആളുകൾ നടക്കാറുണ്ട്. എങ്കിലും അവരെപ്പോഴും സാരി ഭയങ്കരമായിട്ടും കീപ്പ് ചെയ്യും. സാരി നല്ല വൃത്തിക്ക് കൊടുത്ത്, കാരണം സംതിങ് എന്താ സ്പെഷ്യലാണ് നിങ്ങളിൽ നിന്നുള്ള രീതിയിൽ, ഒരു പൊതുപ്രവർത്തനം എന്നുള്ള രീതിയിൽ. അങ്ങനെ നിൽക്കുമ്പോൾ ഈ സ്റ്റേജിൽ പോയിട്ട് എങ്ങനെ പാടി കളിക്കാൻ തോന്നുന്നു? നമ്മൾ ആ സ്റ്റേജിൽ ചെല്ലുന്ന ഡ്രസ്സ് വേറെ ആയിരിക്കും. അപ്പൊ ഞാൻ മെമ്പർ ഉടുപ്പ് ഞാനങ്ങ് മാറ്റി വെക്കും. മെമ്പർ ആണെങ്കിലും നമ്മുടെ ആ ഡ്രസ്സിങ്ങിനുള്ള ഇത് ചേഞ്ച് ചെയ്യും. എപ്പോഴും നാടൻ പാട്ടിലാണെങ്കിൽ നമുക്ക് കോസ്റ്റ്യൂം ഉണ്ട്, ഇന്ന കോസ്റ്റ്യൂം ഇട്ടുകൊണ്ട് വരാൻ നമുക്ക് ഓൾറെഡി യൂണിഫോം ഉണ്ട്. നാടൻ പാട്ടിലെ അംഗമാണ് അല്ലെ ട്രൂപ്പിലെ? ഏതായിരുന്നു അത്? മാണിക്യം പെണ്ണും ഉണ്ട്, വാനമ്പാടിയുണ്ട്. ഇവിടെ തന്നെ ഉള്ളതാ? കുമരകത്ത് തന്നെ? ഒരെണ്ണം കോട്ടയം കേന്ദ്രീകരിച്ചും ഒരെണ്ണം കുമരവും കോട്ടയവും കേന്ദ്രീകരിച്ചുള്ള. എന്ത് കഴിഞ്ഞതാണ്? ഞാൻ കേട്ടിരുന്ന മാനാനത്ത് BEd പഠിച്ചു. എംഎഡ് ആയിരുന്നു അല്ലേ? ഓക്കെ, സെന്റ് ജോസഫില്. അതെ. ഓക്കെ, ഞാൻ മാനാനം കെ കോളേജിലാണ് പഠിച്ചേ. അടുത്തടുത്ത്. അതാണ് ഇങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് കണക്റ്റഡ് ആയി. അപ്പൊ പറഞ്ഞപ്പോ തന്നെ കോളേജും അതൊക്കെ നമുക്ക് മനസ്സിലേക്ക് കയറി വന്നു. അതാണ് ചോദിച്ചത്. ആ സമയത്താണ് ഈ പറഞ്ഞ പോലെ ബസ്സിലെ കണ്ടക്ടറായിട്ട് നിന്നത് അല്ലേ? അത് ഇവിടെ നിന്ന് എങ്ങനെയാണ് അപ്പൊ ബസ് ഉണ്ടാവുക ഈ സ്ഥലത്തുനിന്ന്? ഈ സ്ഥലത്ത് നിന്ന് ബസ്സില്ല. നമുക്ക് ഇപ്പൊ ഇങ്ങോട്ട് വന്ന അടുത്ത ജംഗ്ഷനുള്ള അട്ടിപ്പിടിയാന്ന് ജംഗ്ഷൻ, അവിടം വരെ നിലവിൽ ബസ് ഉള്ളൂ. ഇപ്പൊ എന്റെ കൂടെയുള്ള വന്നിരിക്കുന്ന ചേച്ചി കണ്ടല്ലോ, ആ ചേച്ചി എന്റെ കൂടെ ബസ്സിലെ കണ്ടക്ടർ ആയിരുന്ന ആള്. ഞങ്ങള് അവസാന സമയം വരെ ഉണ്ടായിരുന്ന ഒന്ന് ശ്രീജ എന്ന് പറഞ്ഞ ചേച്ചിയും പിന്നെ സോണിയ എന്ന് പറഞ്ഞ ചേച്ചിയും. ചെറുതിലെ മുതൽ പടപുരുതലായിരുന്നു. ആയിരുന്നു. ആ പഠിക്കണ സമയത്ത്, ഇപ്പൊ 2013 ആ പഠിക്കണ സമയത്ത് ഇങ്ങനെ വീട്ടില് സാമ്പത്തികമായിരുന്നോ അതോ എന്തെങ്കിലും ജോലി ചെയ്ത് വേണോ എനിക്ക് തന്നെ പഠിക്കാൻ? അങ്ങനെ പ്രധാനമായിട്ട് കണ്ടത് 2013 ഞാൻ BEd കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് ഇറങ്ങുന്നത്. അപ്പൊ ആ സമയം എനിക്ക് പൈസ ആവശ്യം വരുമല്ലോ. BEdന് നമ്മൾ എങ്ങനെയായാലും പൈസ ആവശ്യം വരും. റെക്കോർഡ് ബുക്ക് മേടിക്കാനും അല്ലാതെ എല്ലാ കാര്യത്തിനും പൈസ ആവശ്യം വരും. അങ്ങനെ ആണ് ഞാൻ ബസ് കണ്ടക്ടറായിട്ട് പോകുന്നത്. അപ്പൊ അതിൽ നിന്നൊരു വരുമാനം, പിന്നെ പ്ലസ്. അല്ല, അന്നത്തെ കാലത്തൊക്കെ ആളുകൾക്ക് സ്വീകരിക്കാൻ, സ്ത്രീകളെ സ്വീകരിക്കുന്നതൊക്കെ എങ്ങനെയായിരുന്നു? ഒരു കാരണം ഭയങ്കര, ഞാൻ ഒരുപാട് അതിനുവേണ്ടി ഒത്തിരി ആവശ്യമില്ലാതെ കേൾക്കേണ്ട വന്നിട്ടുള്ള ഒരാളാണ്. അതെ, ഈ ബസ്സുകാര് തന്നെ സമ്മതിക്കുക ആദ്യം അതാണല്ലോ. അവര് നമ്മൾ അവിടെ ചെല്ലുമ്പോ അവര് നമ്മളോട് എങ്ങനെ ഇടപെടും. ഇത്രയും നാൾ അവര് ബോയ്സുമായിട്ടല്ല ഓടിക്കൊണ്ടിരുന്നത്. പെട്ടെന്ന് ഒരു സ്ത്രീ വരുമ്പോ അവരോട് എങ്ങനെ ഇടപെടണം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. ആദ്യമൊക്കെ മിണ്ടാറേ ഇല്ലായിരുന്നു, മിണ്ടത്തേ ഇല്ലായിരുന്നു. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പം എല്ലാവരും പരിചയപ്പെട്ട് കഴിഞ്ഞപ്പം മിണ്ടി തുടങ്ങി, ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. പോരുന്നവരെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമായിരുന്നു. എംഎഡ് പഠിക്കുമ്പോ പിന്നെ ടൈമിംഗ് എങ്ങനെയായിരുന്നു കണ്ടക്ടറായിട്ട്? അത് വൈകുന്നേരങ്ങളിലായിരുന്നോ അതോ രാവിലെ വൈകുന്നേരമായിരുന്നു? ടൈമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംഎഡ് പഠിച്ചപ്പോഴാണ് കണ്ടക്ടർ ആകുന്നത്. അപ്പം ഒരു ദിവസം ബസ്സിലാണെങ്കിൽ ബാക്കി 2 ദിവസം കോളേജിലായിരിക്കും. അതായത് അവധി ദിവസങ്ങളെല്ലാം ഓൾറെഡി ഞാൻ ബസ്സിൽ കണ്ടക്ടർ തന്നെ ആയിരുന്നു. അല്ലാത്ത ദിവസമെല്ലാം കോളേജിലുണ്ട്. ഈ എംഎഡ് കഴിഞ്ഞിട്ട് ഇപ്പൊ എന്തെങ്കിലും ജോലി? എംഎഡ് കഴിഞ്ഞ് 4 വർഷം സ്കൂളിൽ ടീച്ചറായിരുന്നു. അത് നമ്മുടെ ഇവിടെ അടുത്ത് SLB എന്ന് പറഞ്ഞൊരു
സ്കൂളുണ്ട്, പിന്നെ ഗവൺമെന്റ് HSS കുമരമുണ്ട്, അവരുടെ UP സ്കൂളും ഉണ്ട്. ഓക്കെ. അങ്ങനെ അവിടെ തന്നെ 4 വർഷത്തോളം ഉണ്ടായിരുന്നു. ഓക്കെ. അതിനുശേഷം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി. ഇനി കൈവെക്കാൻ മേഖല വേറെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ കൈവെക്കാൻ അതിന് മുന്നേക്ക് നമ്മള് വേറൊരു സ്ഥലത്തുണ്ടായിരുന്നു. അതായത് ഹരിതകർമ്മസേനയുടെ കോർഡിനേറ്റർ ആയിരുന്നു, നമ്മുടെ പഞ്ചായത്തിലുണ്ടായിരുന്നു. ഈ രാഷ്ട്രീയത്തിന് തൊട്ട് മുന്നുള്ള രംഗം അതാണ്. ഹരിതകർമ്മസേനയുടെ കോർഡിനേറ്റർ ആയിട്ട് നമ്മുടെ പഞ്ചായത്തിലും കുമരകത്തും തിരുവാർപ്പ് പഞ്ചായത്തിലും അതായിരുന്നു. അതിനു മുന്നേക്കും, അതായത് +2 കഴിഞ്ഞ് നേരെ ഞാൻ സെയിൽസ് ഗേൾ ആയിട്ടാണ് പോയത്. ഓ, സത്യമായിട്ട് ഞാനും എൻ്റെ അടുത്തുള്ള 1-2 ചേച്ചിമാരുണ്ടായിരുന്നു. ഞങ്ങള് സെയിൽസ് ഗേൾ ആയിട്ട് കോട്ടയത്ത് ബോംബെ ടെക്സ് എന്ന് പറഞ്ഞുകൊണ്ട്, പേര് മറക്കാതിരിക്കുന്ന ആളാണ് പറഞ്ഞത്. അതിനുശേഷം പിന്നെ ഡിഗ്രി കഴിഞ്ഞ് നാട്ടകം കോളേജിൽ SFI ഒക്കെ പ്രവർത്തിച്ച് നടന്ന കാലമായിരുന്നു, ഫുൾ ടൈം 3 വർഷം. അതിനുശേഷം പിന്നെ നേരെ ഗവേഷണത്തിൽ ഇവിടെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ 2 വർഷം. അങ്ങനെയായിരുന്നു സംഭവം. ഓക്കെ. ഭയങ്കര എന്താ പറയാ, ലൈഫില് കുറേയേറെ അപ്സ് ആൻഡ് ഡൗൺസ് ഫേസ് ചെയ്തിട്ടുണ്ടല്ലോ. തീർച്ചയായിട്ടും. അത് ഞാൻ നാടൻപാട് നന്നായിട്ട് പാടുന്ന കേട്ടായിരുന്നു. അതെ, നല്ലതായിട്ട് പാടുമെന്ന് എനിക്കറിയത്തില്ല, നമ്മൾ പാടും. ഞാനും പാടാൻ പറഞ്ഞ പാടും, പാടാൻ പറഞ്ഞ ആടും, കലാകാരി എന്ന രീതി ചെയ്യും. ഇത്താം തെയ്താരാ തക തെയ് തകതാരാ, ഇത്താം തെയ്താരാ തക തെയ്യത്തിനന്താരാ, ഇത്താം തെയ്താരാ തക തെയ് തകതാരാ, ഇത്താം തെയ്താരാ തക തെയ്യത്തിനന്താരാ, അത്തം പുത്തിറങ്ങി താരാങ്ങാടിപ്പൂ വിരിഞ്ഞ്, ചിത്തിരക്കതിരു കണ്ടേ താരാ ചന്ദിരൻ ചിരിക്കണ പോലെ, ഇത്താം തെയ്താരാ തക തെയ് തകതാരാ, ഇത്താം തെയ്താരാ തക തെയ്യത്തിനന്താരാ, ഇത്താം തെയ്താരാ തക തെയ് തകതാരാ, ഇത്താം തെയ്താരാ തക തെയ്യത്തിനന്താരാ, ചെമ്മാനപ്പൂവിരിപ്പിൽ പണ്ടുത്തരാരൻ പിറന്നേ, ഉത്തരടക്കളത്തിലെത്തും മാവേലി തമ്പുരാനെ, എന്തെല്ലാം കാഴ്ചയുണ്ടേ താരാ കണ്ടൊന്നു തന്തോയിപ്പാൻ, കൊട്ടും കുരവയുണ്ടേ താരാ ഒട്ടേറെ കോശമുണ്ടേ, ഇത്താം തെയ്താരാ തക തെയ് തകതാരാ, ഇത്താം തെയ്താരാ തക തെയ്യത്തിനന്താരാ. ഞാൻ സ്കോർ ചെയ്യാൻ ഓർത്തിട്ട് വന്നത്, പക്ഷെ എനിക്ക് ഈ പാട്ട് അറിയത്തില്ല. പക്ഷെ ഞാൻ വായ്ത്താരി പഠിച്ചെടുത്തു, ഇത്തവണ ഏതാനും പഠിച്ചെടുത്തു, അത് മാത്രം ഞാൻ പാടിക്കൊണ്ടിരുന്നത്. അല്ല, നാടൻപാട്ടിനോട് നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റും ക്രേസും ഉള്ളതുകൊണ്ട് അത് പെട്ടെന്ന് അതിൻ്റെ വായ്ത്താരി പഠിക്കുമല്ലോ. പിന്നെ ഈ പാട്ട് ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. അതുകൊണ്ടാണ്. ഫാമിലി എങ്ങനെയാണ്? വീട്ടിൽ അച്ഛനും അമ്മയാണ്. പപ്പ ഏജ്ഡായി. പപ്പയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്ന ഞാനും മമ്മിയും കൂടിയാണ്. ഞങ്ങൾ ചിലപ്പോൾ ഒരാളായിരിക്കും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്, ഒരാള് അപ്പോൾ ആ സമയത്ത് പപ്പയുടെ എല്ലാ കാര്യവും നോക്കും. വീട്ടിലെ ഇപ്പം നിലവിൽ മമ്മി തൊഴിലുറപ്പിന് പോകുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, വേറെ ജോലിക്കൊന്നും പോകുന്നില്ല. മെമ്പർ ആകാൻ ഈ പറഞ്ഞ ബസ്സിലെ കണ്ടക്ടർ ജോലിയും നാട്ടുകാരുടെ ഈ ഹരിതകർമ്മസേനയിലെ ഒരു പ്രവർത്തനമൊക്കെ ഹെൽപ്പ് ചെയ്തു തോന്നുന്നു അല്ലേ? ഏറ്റവും നന്നായിട്ട്. പിന്നെ ഒരു വോട്ടിങ്ങിന് പോകേണ്ടി വന്നില്ല. പോയി എല്ലാ ദിവസവും ഞാൻ പോകുന്നുണ്ട്, പക്ഷെ അവർക്കറിയാം. അപ്പൊ അവര് ചോദിക്കും, ഈ കൊച്ചിനെ അറിയാലോ, കണ്ടക്ടർ അല്ലേ, അല്ലെങ്കിൽ ഈ കൊച്ചിനെ അറിയാലോ ഗവേഷണത്തെ ജോലി, ഇങ്ങനെയുള്ള എല്ലാ സൗഹൃദ ബന്ധങ്ങളും ആ സമയത്ത് ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിലാണ് മെമ്പർ ആകുന്നത്. അപ്പൊ അത്രയും നാളെ ഞാൻ ഓടിയതിന്റെ എല്ലാം ഫലം അവിടെ ടോട്ടൽ ഫലം. മത്സരിക്കാൻ സ്ഥാനാർത്ഥിയായിട്ട് ഇങ്ങനെ ചോദിക്കുവാണോ അതോ എങ്ങനെയാണ് കാൻഡിഡേറ്റ് ആയിട്ട് വന്നു ചേർന്നതായിരുന്നോ, എങ്ങനെയായിരുന്നു? അത് ശരിക്കും ഞാൻ SFIയിലൂടെ വന്നാന്ന് ഞാൻ പറഞ്ഞു. അതിനുശേഷം ഇവിടുത്തെ DYFI ഒക്കെ നാട്ടിലോട്ട് വലിയ പ്രവർത്തനങ്ങളൊന്നും ഇല്ലായിരുന്നു, എങ്കിലും DYFI ഞങ്ങൾക്ക് ഒരു വീട് വെച്ച് തന്നായിരുന്നു. 8ാം ക്ലാസ് ഞാൻ പഠിച്ച സമയത്ത് അവരെ ഞങ്ങൾക്ക് വീട് വെച്ച് തരുന്നു കേട്ടോ. ഇവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി സതീഷ് ചേട്ടൻ അടക്കമുള്ള ആളുകളായിരുന്നു ഹെൽപ്പ് ചെയ്തത്. ഇവിടെ ബ്രാഞ്ചുകാരെല്ലാവരും ഹെൽപ്പ് ചെയ്ത് ആ DYFIയുടെ ആ പെരയിലാണ് ഞാനിരുന്ന് പഠിച്ചതും എല്ലാ കാര്യങ്ങളും ചെയ്തത്. അപ്പോൾ ഞങ്ങൾക്ക് കറണ്ടൊന്നുമില്ല. ഇവിടുത്തെ സാഹചര്യം മനസ്സിലായില്ല എൻ്റെ വീട്ടിൽ വന്നപ്പം. അതിനുശേഷം SFIയിലൂടെ വന്നെന്ന് പറഞ്ഞാലും UC ആയിട്ട് നിന്ന് അന്ന് ആ സമയം ഏറ്റവും എനിക്ക് വലിയ പ്രതീക്ഷയായിരുന്നു. ഞാനൊരു ആവേശത്തിന് പുറത്ത് വന്നതല്ല, മനസ്സിലാക്കി SFIയുടെ ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ മനസ്സിലാക്കി അവിടുത്തെ നാട്ടകം കോളേജിലെ പ്രവർത്തനങ്ങൾ മാത്രം മനസ്സിലാക്കി ചെന്നാണ് പോയി മെമ്പർഷിപ്പ് എടുത്തത്. അതിനുശേഷം പിന്നീട് ജോലി പഠിത്തം. ഇതിനിടയ്ക്ക് പാർട്ടി പോകുന്നുണ്ട്, എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്നാണ്. എൻ്റെ വീടിൻ്റെ അടുത്ത് സതീഷ് ചേട്ടൻ, അതായത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ വീട്ടിലെ ഇപ്പം അങ്ങോട്ട് പോയ ചേട്ടൻ എന്നോട് ചോദിച്ചു,
ചേട്ടൻ ലോക്കൽ കമ്മിറ്റി അംഗം. പാർട്ടി ഇങ്ങനെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്, താല്പര്യമുണ്ട്. അപ്പം ഞാനിവിടെ ഞങ്ങളുടെ ഈ റോട്ടറി ക്ലബ്ബാണ് ഞങ്ങൾക്ക് വീട്, രണ്ടാമത്തെ സെക്കൻഡ് വീട് വന്ന സമയത്ത് ഞങ്ങൾ ഇവിടുന്ന് മാറി ഞാൻ ഹോസ്റ്റലിലേക്ക് പോയായിരുന്നു 4 വർഷം അവിടെ. അപ്പം അവിടുന്ന് ഇവിടെ നിൽക്കുമായിരുന്നു. എനിക്ക് PSCയുടെ കോച്ചിങ് ഉണ്ടായിരുന്നു അവിടെ കോട്ടയത്ത്, അതുകൊണ്ട് വന്ന് പോകാൻ പറ്റാത്തതുകൊണ്ട് അവിടെ നിന്ന്. അപ്പം ആദ്യം ഞാൻ വേണ്ടാന്ന് തന്നെ പറഞ്ഞു, പിന്നീട് ആലോചിക്കാൻ പറഞ്ഞു, സമയം തന്നു. 2 ദിവസം വീട്ടിലെല്ലാം ആലോചിച്ച് എല്ലാവരോടും ഒന്ന് സജഷനൊക്കെ ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു നല്ലത്. അങ്ങനെ നിന്ന്. ടെൻഷൻ ഉണ്ടായിരുന്നു? ടെൻഷനൊന്നും ഇല്ലായിരുന്നു. അല്ല, നമ്മൾ അറിയുന്ന നാട്ടുകാർ. പക്ഷെ നമ്മൾ ഈ രാഷ്ട്രീയത്തിൽ ഇറങ്ങുമ്പോൾ ഒരു കാര്യമുണ്ട്, എത്രയൊക്കെ നമ്മൾക്ക് അറിയാമെന്ന് പറഞ്ഞാലും നമ്മൾ എന്തെങ്കിലും ഒന്ന് നമ്മൾക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അത് നമ്മളെ ഇരുതല മൂർച്ചയുള്ള വാള് പോലെ നമ്മളെ ഇത് ചെയ്യും. ഇല്ലെങ്കിൽ ഇപ്പോൾ ഈ കൂട്ടത്തിൽ പൊതുപ്രവർത്തനമല്ല 24 മണിക്കൂറും. അതായത് സ്വന്തം കാര്യത്തിന്, അതായത് പൊതുപ്രവർത്തനം നിങ്ങൾക്ക് എന്ത് വരുമാനമുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം കാര്യം നിലനിൽക്കാൻ നമുക്ക് എക്സ്ട്രാ ഏണിങ്സ് ഉണ്ടായേ പറ്റുമോ, അതിനുവേണ്ടി പോകുന്നുമുണ്ട്. ഇതിനിടയ്ക്ക് ഈ കംപ്ലൈൻറ്റ് പരിഹരണം, അല്ലെങ്കിൽ അവിടെ വിളിച്ചാലോ, ഇപ്പോൾ ഒരു എവിടെയെങ്കിലും ഒരു പരിപാടിക്ക് വിളിച്ചാൽ ഓടിയെത്താനൊക്കെ പറ്റുന്നുണ്ടോ? ഞാൻ ഓടിയെത്തും, ചിലപ്പോൾ താമസിക്കും. ഇപ്പൊ വന്ന പോലെ അപ്പോൾ ഇതൊരു പോസ്റ്റ് ഇട്ട് എന്ന് വെച്ചാൽ വേറെ 2 കാര്യങ്ങൾ, ബാങ്കിലെ കാര്യം പോകണമായിരുന്നു, ഹോസ്പിറ്റലിൽ പോകണം, ഇതെല്ലാം കഴിഞ്ഞാണല്ലോ നമ്മുടെ ഒരു വരവ്. പിന്നെ രാവിലെ നേരത്തെ ട്യൂഷൻ ഉണ്ടായിരുന്നു എനിക്ക് പിള്ളേർക്ക്. ഇപ്പം അത് നിർത്തിയതിൻ്റെ കാരണം എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. പെട്ടെന്ന് ഒരു ആവശ്യം വന്നാൽ നമ്മൾ ആ സ്പോട്ടിൽ ഉണ്ടാവണം. പ്രത്യേകിച്ച് മന്ത്രി വരുമ്പോഴും അല്ലെങ്കിൽ ജനങ്ങൾ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. നമ്മൾ ആ സ്പോട്ടിൽ എന്താന്ന് പറഞ്ഞാലും മുന്നേറി തന്നെ ചെല്ലണം. ബൈ ചാൻസിൽ നമ്മൾ താമസിച്ചെങ്കിലുള്ളൂ. എങ്കിലും ഇവിടുന്ന് 6 ലിഫ്റ്റ് കയറിയാ പോണേ. ഇവിടുന്ന് ചോദിക്കും പൊക്കോട്ടെ, കയറിക്കോട്ടെ എന്ന് ചോദിക്കും, കയറും, അങ്ങനെ അങ്ങ് പോകും. ലിഫ്റ്റ് അടിച്ച് തന്നെയാണ് ഇപ്പോഴും പോകുന്നത്. പക്ഷെ 3ാമത്തെ വർഷമാണ് ഇപ്പം ഞാൻ 2 വീലർ പഠിക്കുന്നത്. അതായത് ഈ 3 വർഷം കഴിഞ്ഞ് ഈ 3 വർഷം ആയപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു ബോധം തോന്നിയത്. സത്യം, 2 വീലർ പഠിക്കും. അതിന് മുന്നേ എല്ലാവരും എന്നെ വഴക്ക് പറയായിരുന്നു, ഒരു മെമ്പർ ആകുമ്പോൾ 2 വീലർ വേണ്ടേ, അതായത് ഭയങ്കരമൊക്കെ വഴക്ക് പറയും. എനിക്കൊന്നും ഫീൽ ചെയ്തു. പക്ഷെ ഈ വർഷം വന്നപ്പോൾ എന്തായാലും പഠിക്കുന്നുണ്ട്. ഇപ്പൊ കയ്യിലൊക്കെ നിൽക്കാറായി. ഇനി മെമ്പർ നിങ്ങളെ ആരെയും പോസ്റ്റ് ആക്കത്തില്ല, മെമ്പറിന് കയ്യിലായിട്ടുണ്ടെന്നാ പറഞ്ഞത്. കയ്യിൽ നിന്ന് വട്ടം പിടിച്ച് നിങ്ങളുടെ അടുത്തേക്ക് എത്തും അല്ലേ മെമ്പറെ? അപ്പം കണ്ടതിൽ ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് വേണ്ടിയിട്ട് നല്ലതെന്നല്ല, എല്ലാ നാടൻ പാട്ടും നല്ലതാണ്. കുറച്ച് എനിക്കൂടെ പാടാൻ പറ്റിയത്. എന്നിട്ട് ഞങ്ങൾ സാധാരണക്കാർ ലോക്കൽസിന്റെ പൾസറിന്റെ പാട്ട്. താരകപ്പെണ്ണാളെ കതിരാടും മിഴിയാളെ തമ്പുരാനെത്തിടും മുമ്പേ കരിങ്കാരിൻ കോര പറിച്ചാട്ടെ. താരകപ്പെണ്ണാളെ കതിരാടും മിഴിയാളെ തമ്പുരാനെത്തിടും മുമ്പേ കരിങ്കാരിൻ കോര പറിച്ചാട്ടെ. തകതക താത്തിനന്തകത്തെയ്താര തകതിനന്തകത്തെയ്താര താത്തിനന്തക തകതിനന്തക തകതിനന്തകത്തെയ്താര തക താത്തിനന്തകത്തെയ്താര തകതിനന്തകത്തെയ്താര താത്തിനന്തക തകതിനന്തക തകതിനന്തകത്തെയ്താര. വെറ്റമന്തിന്നോളെ വെറ്റമന്തിന്നോളെ തത്തച്ചുണ്ടുള്ള വാ മുറുക്കി അന്തിക്കൊരുത്തി മുറുക്കി പെരുത്തവൾ വീണതു ചേറ്റിലാണേ. വെറ്റമന്തിന്നോളെ തത്തച്ചുണ്ടുള്ള വാ മുറുക്കി അന്തിക്കൊരുത്തി മുറുക്കി പെരുത്തവൾ വീണതു ചേറ്റിലാണ്. തകതക താത്തിനന്തകത്തെയ്താര തകതിനന്തകത്തെയ്താര താത്തിനന്തക തകതിനന്തക തകതിനന്തകത്തെയ്താര തകതാത്തിനന്തകത്തെയ്താര തകതിനന്തകത്തെയ്താര താത്തിനന്തക തകതിനന്തക തകതിനന്തകത്തെയ്താര. പാടായിരുന്നു സമയം. എനിക്കും അത്രയൊക്കെ അറിയില്ല, എല്ലാ വരികളൊന്നും അറിയില്ല, അറിയാതെ വരികളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത്. മെമ്പർ മേഖല അടക്കി ഭരിക്കുന്ന മേഖലയാണിത്. അപ്പൊ ഇനിയും അങ്ങനെ പറയാൻ പറ്റുമോ? തീർച്ചയായും. കാരണം മെമ്പറെ നമ്മൾ അടക്കി ഭരിക്കുക എന്ന് പറഞ്ഞത് ഞാൻ ഭരണം കൊണ്ടല്ല ഉദ്ദേശിച്ചേ. മെമ്പറിന്റെ കൈയും കണ്ണും കാതും എത്താത്തൊരു സ്ഥലം ഇവിടെ പറയാൻ പറ്റുമോ? എല്ലാവരും അറിയാം. അതാണ് നമുക്ക് ഏത് സമയത്ത് ഇന്ന വീട്ടിലെ ആള് വിളിക്കുമ്പോൾ ഇന്നിടത്തെ ആണെന്ന് ഒരു മെമ്പർക്ക് പേരെടുത്ത് പറയാൻ പറ്റണം എന്നുള്ളതാണ്. അതെന്താണല്ലോ അറിയാലോ, അതാണ് അടക്കി വാഴുക എന്ന് പറയുന്നത്. അത് എല്ലാവർക്കും ഒന്നും കഴിഞ്ഞെന്ന് വരില്ല. എന്താണെങ്കിലും ലൈഫിൽ സക്സസ് മാത്രം ഉണ്ടാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.